നമസ്കാരം. സാമ്പത്തിക രംഗത്തും ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡിംഗ് എന്നീ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിന്റ് പോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അവിടുത്തെ ഹെഡ് ട്രേഡറും കൂടിയാണ്. ഓരോ ക്ലയന്റിന്റെയും ആവശ്യാനുസരണം സാമ്പത്തിക വളർച്ചയും ഭദ്രതയുമുള്ള നിക്ഷേപ പദ്ധതികൾ മികവുറ്റ രീതിയിൽ രൂപകൽപ്പന ചെയ്തു നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ശ്രദ്ധേയമായ പ്രൊഫഷണൽ നേട്ടങ്ങൾക്കപ്പുറം നല്ലൊരു എഴുത്തുകാരൻ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ജസ്റ്റിൻ രാജ്. ജസ്റ്റിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ജേർണലിസം പഠിച്ച ജസ്റ്റിൻ എങ്ങനെയാണ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് ഇൻട്രസ്റ്റഡ് ആയത്? ഞാൻ മദ്രാസ് കോളേജ് ചെന്നൈയിൽ ജേർണലിസം പഠിക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്കും ഹിന്ദുവിനും വേണ്ടിയിട്ട് ആസ് എ സ്ട്രിങ്ങർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബിസിനസ് സെക്ഷനിലേക്കും ഒക്കെ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ നമ്മുടെ ആർട്ടിക്കിൾസ് വരുമ്പോൾ അത് വായിക്കാനുള്ളൊരു ത്വരയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ആർട്ടിക്കിൾസ് ബിസിനസ് സെക്ഷനിലാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ നിൽക്കുമ്പോൾ മേലെ ബിസിനസ് സെക്ഷൻ്റെ മേലെ നിഫ്റ്റി, സെൻസെക്സ് ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഓരോ ദിവസം ഇത് റൈസ് ആവുന്നുണ്ട്, ഫോളോ ആവുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് പോലെ തോന്നും. പിന്നെ ഈ ലാപ്ടോപ്പ് നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് മണി കൺട്രോൾ എന്നൊരു സൈറ്റ് ഉണ്ട്, അത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഫ്ലക്ച്വേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഗ്രാജുവലി എനിക്ക് മനസ്സിലായി ഇത് രാവിലെ ഒരു 9-9:15 ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, 3:30 ആകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രാജുവലി മനസ്സിലായത്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജേർണലിസം പഠിക്കാൻ വന്ന ഒരാൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇതിന് എങ്ങനെ, ഇത് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഏത് വർഷമായിരുന്നു അത്? 2009-2010. അപ്പൊ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഞാൻ എൻ്റെ PG കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ കുറച്ചാൾ ആസ് എ ജേർണലിസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഞാൻ പേര് പറയുന്നില്ല, അന്ന് ഒരു മേജർ ഒരു ബ്രോക്കിംഗ് ഫേമിൽ ഒരു സോണൽ ഹെഡായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഞാൻ ജേർണലിസ്റ്റാണ്, എന്നാലും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ താല്പര്യമുണ്ട്, അപ്പോൾ ഇതിലെങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ബ്രോക്കർ ആവാൻ പറ്റും, ബ്രോക്കർ ആവണമെങ്കിൽ എക്സാംസ് പഠിച്ച് പാസ്സായാൽ മതി, അതിനിപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല, എക്സാം പഠിച്ച് പാസ്സാകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ശരി നാട്ടിൽ പോയിട്ട്, എനിക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നാട്ടിലേക്ക് വന്നു ഈ ബ്രോക്കിംഗ് എക്സാമുകൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ഞാൻ ക്ലിയർ ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ജേർണലിസം പഠിച്ച ആൾ, പിന്നെ നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ആണ്. അപ്പോൾ എനിക്ക് പഠിച്ച പാസ്സാകാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചെറിയ പേടിയില്ല. പക്ഷെ അത് ഞാൻ ഒരു 3 എക്സാം ഉണ്ടായിരുന്നു. ആ 3 എക്സാമിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ബ്രോക്കർ, അങ്ങനെയാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. ആസ് എ ബ്രോക്കറാണ് ഞാൻ തുടങ്ങിയത്. ആസ് എ ബ്രോക്കർ ആയിട്ടാണല്ലോ ജസ്റ്റിൻ ഇതിലേക്ക് വന്നത്. അപ്പൊ ഇപ്പോൾ ബ്രോക്കറേജ് വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് നിങ്ങളുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയണമല്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നതും ഇൻഡസ്ട്രിയിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ വഴി കുറേ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ബ്ലോക്കിംഗ് ചെയ്ത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ. കുറേ അക്കൗണ്ട്സ് പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് കിട്ടി. പക്ഷേ വിത്തിൻ 1 ഇയർ, അതായത് 2014 ആയപ്പോഴേക്കും ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ വരവോടുകൂടി പതിയെ എൻ്റെ ക്ലയൻസൊക്കെ എനിക്ക് കുറേ നഷ്ടപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 2014 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ബിസിനസ് നിർത്തേണ്ടി വന്നത്, ബ്രോക്കിംഗ് ബിസിനസ് നിർത്തേണ്ടി വന്നു. മിന്റ് പോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് ജസ്റ്റിൻ? ഞാൻ 2014 ആക്ച്വലി ബ്രോക്കിംഗ് ബിസിനസ് എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഞാനപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് കടക്കാം എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ട്രേഡിങ് പഠിക്കാൻ തുടങ്ങി. പിന്നെ ആക്ച്വലി എനിക്ക് റൈറ്റിംഗ് എഴുതാൻ അറിയുന്നതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടെ ഫ്രീലാൻസ് റൈറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫ്രീലാൻസ് റൈറ്റിംഗ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള സമയം ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് പഠിക്കാൻ വേണ്ടി ചിലവഴിച്ചു. പക്ഷേ ട്രേഡിംഗ് ചെയ്യുന്നു, ബ്രോക്കറേജിൽ നിന്ന് എനിക്ക് റവന്യൂ ഇല്ല. ഞാൻ ഫ്രീലാൻസ് റൈറ്റിംഗ് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഫ്രീലാൻസ് റൈറ്റിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ ഫ്രണ്ട്സ് വഴി നമുക്ക് ഫണ്ട് വരും. അപ്പോൾ ഫണ്ട് വരുമ്പോൾ ട്രേഡിംഗ് കാശ് കളയും. പിന്നെ കുറച്ചാൾ വീണ്ടും ഫ്രീലാൻസ് റൈറ്റിങ്ങിലേക്ക് പോകും.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും അടുത്ത ഫണ്ട് വരും, കുറച്ച് കാശ് കൊണ്ട് തരും, അപ്പോൾ വീണ്ടും ട്രേഡ് ചെയ്യും, അങ്ങനെ നഷ്ടം സംഭവിക്കും, അപ്പോൾ വീണ്ടും ഞാൻ ഫ്രീലാൻസ് റൈറ്റിംഗ് ചെയ്യും. അങ്ങനെ ഈ ഷഫ്ലിംഗ് നടന്ന് ഏറ്റവും ഒരു 2021 ലാസ്റ്റ് ക്വാർട്ടറൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ട്രേഡിങ് പ്രോഫിറ്റബിൾ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്കപ്പോൾ അന്ന് ഞാൻ ഒരു 5 ക്ലയൻസ് 5 പേരുടെ അക്കൗണ്ട് ഞാൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ 2021 തൊട്ട് ഇതുവരെ നമ്മളൊരു 2.5-3 വർഷത്തോളം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ക്ലയൻസും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, കമ്പനി പോലെ തുടങ്ങിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് മിൻറ്റ് പോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി ഞാൻ തുടങ്ങി. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്താണ് ഈ മിൻറ്റ് പോർട്ട് എന്ന വേർഡിൻ്റെ മീനിങ്? മിൻറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡ് വേർഡാണ്. അതായത് ആദ്യം ഞാൻ ഗോൾഡിലോക്സ് എന്നുള്ള പേരാണ് ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഗോൾഡിലോക്സ് എന്നുള്ള പേരിൽ വേറെ കമ്പനികളുണ്ട്, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ മിൻറ്റ് പോർട്ട് എന്നിട്ടത്, മിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാണയങ്ങൾ കാശ് പ്രിൻ്റ് അടിക്കുന്ന സ്ഥലത്ത് മിൻറ്റ് എന്ന് പറയാം, റോയൽ മിൻറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്, നമ്മുടെ തുറമുഖം. അപ്പോൾ മിൻറ്റ് ഇരിക്കുന്ന പോർട്ട് അല്ലെങ്കിൽ മിൻറ്റിലേക്കുള്ള പോർട്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ്, അങ്ങനെ ഇട്ടതാണ് മിൻറ്റ് പോർട്ട്. ടു ബി ഓണസ്റ്റ്, മിൻറ്റ് പോർട്ട് എന്ന് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചത് പുതിനയിലയുടെ ഇംഗ്ലീഷ് വേർഡാണ് ഈ മിൻറ്റ്. അതും ഈ ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ എന്താ ബന്ധമെന്ന് ഞാനൊന്നും ആലോചിച്ച് പോയിട്ടോ. അല്ല, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം. കാരണം എന്നോട് പലരും, അതായത് ഞാൻ ആദ്യമായിട്ട് ഈ പേര് പറഞ്ഞത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അമ്മ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കുക്കാണ്. അപ്പോൾ അമ്മ ഇത് പേര് കേട്ടപ്പോൾ തന്നെ പറഞ്ഞത് ഇതൊരു ഹോട്ടലിൽ ഇടാൻ പറ്റിയ പേരാണല്ലോ എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആമച്ചി ഇങ്ങനെയല്ല, മിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അർത്ഥം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആൾക്കതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായത്. മിൻറ്റ് പോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഇപ്പോൾ 2 സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മാനേജ്മെൻറ്റും 2 ട്രേഡിംഗ് അക്കൗണ്ട് മാനേജ്മെൻറ്റും. ഈ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം സെബിയുടെ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ വി ആർ നോട്ട് ഓതറൈസ്ഡ് ടു ഗെറ്റ് ക്യാപിറ്റൽ, അതായത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനുള്ള ഓതറൈസേഷൻ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലയൻസിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു നിസം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഓതറൈസ്ഡ് പേഴ്സണാണ് ഞാൻ. ഈ ട്രേഡിംഗ് അക്കൗണ്ട് മാനേജ്മെന്റ് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നല്ലോ. സിമിലർ ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് മാനേജ്മെന്റ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ അക്കൗണ്ടിൽ അവർ ട്രേഡിങ്ങും മാനേജ് ചെയ്യും. എന്തൊക്കെ സെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്? ഞാനിപ്പോൾ സ്റ്റോക്സ്, അതായത് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ്, പിന്നെ കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്, കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ജസ്റ്റിൻ, നിങ്ങൾ എങ്ങനെയാണ് ട്രേഡിംഗ് പഠിച്ചത്? എന്തെങ്കിലും കോഴ്സ് ചെയ്തിരുന്നോ? ട്രേഡിംഗ് ഞാൻ പഠിച്ചത് മാർക്കറ്റാണ് എന്നെ ട്രേഡിംഗ് പഠിപ്പിച്ചത്. മാർക്കറ്റ് ട്രേഡിംഗ് പഠിപ്പിച്ചിരുന്നോ? ഒന്ന് വ്യക്തമാക്കാമോ അത്? ഞാൻ ട്രേഡ് ചെയ്ത് പഠിച്ചതാണ്, സെൽഫ് തോട്ടാണ്. ഞാൻ സ്വയം ഇരുന്ന് ട്രേഡ് ചെയ്ത് പഠിച്ച ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡർ ആവാൻ പറ്റിയൊരു മൂന്ന് വഴികളാണുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ ഒന്നെങ്കിൽ രാകേഷ് ജുൻജുൻവാല അല്ലെങ്കിൽ ജോർജ് സൊറോസോ അല്ലെങ്കിൽ പോൾ ടുഡോർ ജോൺസിൻ്റെ ഒക്കെ മകളോ ആയിട്ട് ജനിക്കേണ്ടി വരും. നല്ലൊരു ട്രേഡറുടെ മകനോ ആയിട്ട് ജനിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രേഡർമാരുടെ, അതായത് വേൾഡ് ക്ലാസ് ട്രേഡർമാരുടെ അസിസ്റ്റൻ്റോ ഒക്കെ ആയിട്ട് ആവേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രൊപ്പറേറ്ററി ഫേംസിൽ വർക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് ട്രേഡിംഗ് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ സ്വയം ഇരുന്ന് പഠിക്കാം. എനിക്കിപ്പോൾ ആദ്യത്തെ 3 വഴികൾ നടന്നില്ല. ഞാൻ സ്വയം പഠിച്ച ഒരാളാണ് ട്രേഡിംഗ്. അപ്പോൾ ഈ ട്രേഡിംഗ് മെന്റർമാരോ ഓൺലൈനിൽ ട്രേഡിംഗ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ധാരാളം ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാൻ ഇപ്പോൾ ഇതുവരെ ട്രേഡിംഗ് ഓൺലൈനിലായാലും ടെലിവിഷനിലാണെങ്കിലും ഇപ്പോൾ ഇതിലാണെങ്കിലും ട്രേഡിങ്ങിന് ഇൻവെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത് രാകേഷ് ജുൻജുൻവാല, ജോർജ് സോറോസ്, പിന്നെ റേ ഡാലിയോ വളരെ ആക്റ്റീവാണ്. ഇവരൊക്കെ വേൾഡ് ക്ലാസ് ട്രേഡേഴ്സാണ്. ഇപ്പോൾ ഇതിൽ വിജയ് കേഡിയ എന്ന് പറയുന്ന ആൾ
അദ്ദേഹം ട്രേഡിങ്ങിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ്. പക്ഷേ ഇവരാരും ഒരു കോഴ്സ്, ട്രേഡിംഗ് കോഴ്സോ ഇൻവെസ്റ്റ്മെൻറ്റ് കോഴ്സ് ഓഫർ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ രാകേഷ് ജുൻജുമാൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പിന്നെ കുക്കിംഗ്, ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്, അതായത് ഫോട്ടോഗ്രാഫി എനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് സെയിം ഒരു കാര്യം തന്നെയാണ് ട്രേഡിങ്ങിലും. ട്രേഡിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ അതാർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമയിലെ ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിൻ പറയണത് ട്രേഡിംഗ് മറ്റു കഴിവുകളെ പോലെ ബേസിക്സ് പോലും വേറൊരാൾക്ക് പഠിപ്പിച്ചു തരാൻ കഴിയില്ല എന്നാണോ? നമുക്കിപ്പോൾ ട്രേഡിങ്ങോ ഇൻവെസ്റ്റിങ്ങോ പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ യുഗത്തിലാണ്, ഇൻഫർമേഷൻ ഏജിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിവെന്ന് പറയുന്നതിന് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അറിവ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് ഏത് മേഖലയിലാണെങ്കിലും. ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ട്രേഡിങ് ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിക് പുസ്തകമുണ്ട്. അത് ഒരു സ്പെക്കുലേറ്റർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ട്രേഡർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ള അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അതായത് ജെസ്സി ലിവർമോറിൻ്റെ ജീവിതത്തിനെ പറ്റിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം വെറും 40 രൂപയുള്ളൂ ആമസോൺ കിൻഡലിൽ. പക്ഷേ ആ 40 രൂപയ്ക്ക് വാങ്ങുന്ന ആ പുസ്തകത്തിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെങ്കിൽ അതിന് സമയമെടുക്കും. ആരാണ് ഈ ജെസ്സി ലിവർമോർ? ജെസ്സി ലിവർമോർ കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് 1929 ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. അപ്പോൾ ആ ട്രേഡറുടെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ. അപ്പോൾ ആ പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു സ്പെക്കുലേറ്ററുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ട്രേഡർ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യണമെന്നൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പുസ്തകം ഒരു ക്ലാസിക് പുസ്തകമായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്ക് വളരെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഓൺലൈൻ നിന്നോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വഴിയോ പഠിക്കണമെന്നാണോ ജസ്റ്റിൻ പറയണേ? ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്ര നാളത്തെ ട്രേഡിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്, ഇൻവെസ്റ്റിംഗ് ഈസ് മോർ അബൌട്ട് ഇമോഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇരിക്കും നമ്മുടെ സക്സസ്സും. നമ്മുടെ ട്രേഡർ ഇൻവെസ്റ്റർ നമ്മുടെ സക്സസ് അതിലിരിക്കും. അല്ലാതെ നമുക്ക് ഫിനാൻസ് മാനേജ്മെൻറ്റ് ഒന്നും ഉണ്ട്, മാനേജ് ചെയ്യും, അതിന് ബന്ധമില്ലാന്നല്ല പറയണേ. പക്ഷേ എപ്പോഴും നമ്മുടെ ഇമോഷണൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഓൺലൈൻ ട്രേഡ് മെൻറ്റേഴ്സും ഇങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെ വീഡിയോസൊക്കെ ചിലപ്പോഴൊക്കെ തന്നെ കാണാൻ ഇടപെടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഒരുമാതിരി ഈ PSCക്ക് പഠിപ്പിക്കുന്ന പോലെ PSC കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക്. അതങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു 6 മാസത്തെ കോഴ്സ് കൊണ്ട് ട്രേഡർ ആവാനോ അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് കൊണ്ട് ട്രേഡർ ആവാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിലൊരു ചൊല്ലുണ്ട് കേട്ടോ ജസ്റ്റിൻ, അതായത് മുറിവൈദ്യന് ആളെ കൊല്ലും. അതുപോലെ ചെറിയ ചെറിയ അറിവുകൾ വെച്ച് നമ്മൾ മാർക്കറ്റിംഗ് ട്രേഡിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല നഷ്ടം തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ചെറിയ അറിവ് വെച്ച് പോയാലും നഷ്ടം ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവുണ്ടെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഈ ബിസിനസ് ഒന്നാമത്തെ കാര്യം നഷ്ടങ്ങൾ അങ്ങനെ ചെറിയ അറിവ് വെച്ച് ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു ട്യൂഷൻ ഫീസായിട്ട് കണ്ടാൽ മതി. കാരണം ഈ ഒരു ചെറിയ അറിവ് കൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് നഷ്ടം വരണം. അപ്പോൾ ആ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതെ, അപ്പോൾ നമുക്ക് അതൊരു ട്യൂഷൻ ഫീസായിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനും നമ്മൾ ഗ്രാജുവലി പഠിക്കും. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുക്കൾക്കോ മെന്റേഴ്സിനോ അവരുടെ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകാൻ കഴിയില്ല എന്നാണോ ജസ്റ്റിൻ പറയുന്നത്? നോക്കൂ, ഞാൻ ഇപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ കരിയർ, അതായത് 2009-10 കാലഘട്ടം മുതൽ ഇത്ര നാൾ വരെ ഞാൻ ഏകദേശം ഒരു 300 പുസ്തകങ്ങൾ ഈ ട്രേഡിങ്ങിനെ പറ്റി വായിച്ചിട്ടുണ്ട്. ഞാൻ തള്ളണമെന്നല്ല, കാരണം ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ എപ്പോഴും ഉണ്ടാക്കണം. അതിൽ എൻ്റെ ഒരു ശീലമാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾക്ക് എപ്പോഴും ഓരോ വർഷം വായിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ ലിസ്റ്റ് എടുക്കാറുണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ഈ 300 പുസ്തകങ്ങളോളം ഞാൻ ഈ ഫീൽഡിനെ പറ്റിയിട്ട് ട്രേഡിങ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ 95% പുസ്തകങ്ങളും ഫേക്കാണ്.
അത് ഞാൻ അത് മോശമായിട്ട് പറഞ്ഞല്ല, ലോക്കൽ അത് വായിച്ച പുസ്തകങ്ങൾ ലോക്കലി പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളോ ലോക്കൽ ഓതേഴ്സിൻ്റെ പുസ്തകങ്ങളോ ഒന്നല്ല, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ പറയുന്ന മെൻറ്റേഴ്സും ട്രേഡിംഗ് കോഴ്സ് ഓഫർ ചെയ്യുന്ന ആൾക്കാരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സ്വയം ചിന്തിച്ച് സ്വയം സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനൊക്കെ ആവുന്നു, അന്നേ നമുക്ക് ഒരു ആസ് എ ട്രേഡർ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അല്ലാതെ ഈ പുസ്തകങ്ങളോ ഈ മെൻറ്റേഴ്സോ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടൊന്നും ട്രേഡിങ് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂരിഭാഗം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഇതുപോലെ അനലിസ്റ്റുകളും ഈ ട്രേഡിംഗ് കോച്ചുകൾ പോലത്തെ ആൾക്കാരാണ്. അല്ലാതെ ട്രേഡർമാർ ആരും പുസ്തകം എഴുതിയിട്ടില്ല. ഇപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി ഇൻവെസ്റ്റിനെ പറ്റിയിട്ട് വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരിലൊരാളാണ് ജോർജ് സോറോസ്, പിന്നെ റേ ഡാലിയോ, പിന്നെ പോൾ ടുഡോർ ജോൺസ് പോലെയുള്ള ആൾക്കാർക്ക്. ഇവർ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സാണ്. ഇവർ ഇപ്പോൾ ജോർജ് സോറോസ് ഒരു ഓതറാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം ആൽക്കമി ഓഫ് ഫിനാൻസ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഫിനാൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഫിനാൻസ് ഫീൽഡിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ്. രണ്ടാമത് ഇപ്പോൾ റേ ഡാലിയോ പോലെയുള്ള റൈറ്റർ, അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം പ്രിൻസിപ്പിൾസ് എന്നുള്ള പുസ്തകമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നന്നായി ജീവിക്കാം, എങ്ങനെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. അതായത് ഇവരൊന്നും ആരും ട്രേഡർമാരും ട്രേഡിങ്ങിനെ പറ്റിയിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എഴുതുന്നവരും ആരും ട്രേഡർമാരല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടിയിട്ടാണ് ജീവിക്കുക. അത് ഞാൻ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്. യെസ്, ഇപ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു ജസ്റ്റിൻ പറഞ്ഞപ്പോൾ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാനും ട്രേഡിങ്ങിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്നൊരു മെത്തേഡ് ഉപയോഗിക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റിൻ ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഏത് തരം അനാലിസിസ് ഉപയോഗിച്ചാലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ട്രേഡർ ഓർ ഇൻവെസ്റ്റർ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല നമുക്ക്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ അനാലിസിസ് പോലെയുള്ള മെത്തേഡ്സ് അതൊക്കെ ഒരു 1980കളുടെ ആരംഭത്തിൽ, അതായത് 80 തന്നെ ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ തന്നെ അത് ആരും ഉപയോഗിക്കാതെ ആയി തുടങ്ങി. അപ്പോൾ ഞാനും ഈ ട്രേഡിങ് തുടങ്ങിയ സമയത്തൊക്കെ ഞാനും ഒരു ടെക്നിക്കൽ അനാലിസിസ് ഫാനൊക്കെ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി എനിക്ക് മനസ്സിലായി ഇത് വർക്കാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അത് പതിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ട്രേഡിങ് പഠിക്കാൻ പോകുന്ന ആരാണെങ്കിലും ഇത് ആദ്യമായിട്ട് ഈ ടെക്നിക്കൽ അനാലിസിസിൽ പോയി പെടുക എന്നുള്ളത് അതൊരു ആചാരം പോലെയാണ്. ടെക്നിക്കൽ അനാലിസിസിന് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലേ? ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഉദ്ദേശം തന്നെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ എന്തായാലും ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസും വർക്കാവില്ല. എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിന് കൂടുതൽ എക്കണോമിക്സ് പഠിച്ചാൽ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാതെ ഒരു ട്രേഡർ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക? അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷനാണ്. അതായത് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്താലേ കാശ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുന്നൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ബാംഗ്ലൂർ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കമ്പനി, അതായത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അവർക്ക് എൻ്റെ കുറച്ച് സമയം വേണം, അങ്ങോട്ട് വരാൻ പറ്റുമോ, ബാംഗ്ലൂർക്ക് വരാൻ പറ്റുമോ, ഒരു ഡിസ്കഷൻ ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്തിനാ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണേ? അപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾക്കപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനൊക്കെ ആ സോഫ്റ്റ്വെയർ വിൽക്കാറോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത് മാർക്കറ്റിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അവരെന്നെ വിളിച്ചില്ല. അപ്പോൾ ഇതൊരു പുതിയ കാര്യമാണ് കേട്ടോ ജസ്റ്റിൻ. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? നമുക്ക് എങ്ങനെയാണ് കളക്റ്റീവായിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? കാരണം നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ദിവസവും 10,000 കണക്കിന് ട്രേഡർമാരോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ അതിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ വളരെ വ്യത്യാസമുണ്ട്, എല്ലാവരുടെയും മോട്ടീവ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും ഇത്രയും ആൾക്കാരുടെ
ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചീട്ട് കളിക്കുക, നമ്മളിപ്പോൾ ഒരു പോക്കർ കളിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ചീട്ട് കളിക്കുമ്പോൾ നമുക്കൊരു 4-5 പേരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജോ അവരുടെ എന്താ പറയുക അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ട് അവരുടെ കയ്യിൽ ഏതൊക്കെ കാർഡൊക്കെ ഉണ്ടെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ക്ലൂ കിട്ടും. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ കാര്യം വരുമ്പോൾ മാർക്കറ്റിലെല്ലാ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അനോണിമസ് ആണ്. ആരാണ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ജസ്റ്റിൻ പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റിൻ ഉദ്ദേശിച്ചത് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ആരും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണോ? ആരും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് പുസ്തകങ്ങൾ വിറ്റ ആൾക്കാർ കാശുണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ കോച്ചുകളോ അങ്ങനത്തെ ആൾക്കാർ കാശുണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാതെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് ആരും കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് തുടക്കം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ ഒരു റൈസ് ട്രേഡ്, ഒരു ജാപ്പനീസ് അരിക്കച്ചവടക്കാരനാണ് ഈ പാറ്റേൺസ് ഒക്കെ ആദ്യം, അദ്ദേഹത്തിൻ്റെ പേര് മുനെഹിസ ഹോമ എന്നാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം അദ്ദേഹമാണ് ഇതിന് ഒരു തുടക്കം ഇടുന്നത്. പാറ്റേൺസ് അരിയിലെ വിലയുടെ പാറ്റേൺസും കാര്യങ്ങളും വരച്ചുണ്ടാക്കി, ആൾ കൈകൊണ്ട് വരച്ചുണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യം റിസർച്ച് നടത്തിയത് സ്റ്റീവ് നൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഒരു US അനലിസ്റ്റാണ്. അദ്ദേഹം ട്രേഡറല്ല, സ്റ്റീവ് നൈസൺ ട്രേഡറല്ല. സ്റ്റീവ് നൈസൺ എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീവ് നൈസൺ 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഹോമ കളിച്ച കളി സ്റ്റീവ് നൈസൺ 20-ാം നൂറ്റാണ്ടിൽ കളിക്കാൻ നോക്കി, അദ്ദേഹത്തിൻ്റെ കാശും പോയിട്ടുണ്ടാവും. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവ് നൈസൻ്റെ പുസ്തകം വായിച്ച് എല്ലാ പുസ്തകവും വാങ്ങി വായിച്ച് ഞാൻ അതേപോലെ ട്രേഡ് ചെയ്തിട്ട് എൻ്റെ കാശും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റീവ് നൈസിൻ്റെയും കാശ് പോയിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നില്ല ഈ പാറ്റേൺസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കാവുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് വർക്കാവുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ലക്ഷ്മി എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നു. ഡ്രൈവ് ചെയ്ത് എവിടുന്ന്? ഉള്ളൂരിൽ നിന്ന് ഇവിടേക്ക് ഡ്രൈവ് ചെയ്ത് വന്നു. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്? അതായത് പ്രൊഡിക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്? അതായത് റോഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരാൾ മുമ്പോട്ട് പോകും, അപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടും. അല്ലെങ്കിൽ കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു സൈക്കിൾ വരും, അപ്പോൾ ഞാൻ ലെഫ്റ്റ് എടുക്കും. അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടാണോ? അല്ല. അപ്പോൾ ഈ എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ വരുന്ന ആൾക്ക് നമ്മുടെ മുമ്പ് കൂടെ പോകുന്ന ആൾക്കാർ സൈഡിൽ കൂടെ പോകുന്ന സൈക്കിള് ബസ് അങ്ങനത്തെ പാറ്റേൺ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും? അല്ല. അപ്പോൾ ഇങ്ങനത്തെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിനാരിയോ, റാൻഡം ആയിട്ടുള്ള സിനാരിയോയിൽ നമുക്ക് പ്രഡിക്ഷൻ യൂസ്ലെസ് അല്ല. അപ്പോൾ ബേസിക്കലി ലക്ഷ്മി ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാതെ ഇങ്ങനത്തെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിനാരിയോ കൂടെ റിയാക്ട് ചെയ്തിട്ടായിരിക്കും വന്നത്. അപ്പോൾ അത് തന്നെയാണ് മാർക്കറ്റിൽ എല്ലാ ട്രേഡർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനോട് പറയില്ലെങ്കിൽ ഒരു എക്സാം പറയാം. അതായത് എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിലും നാളെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ ചോദിച്ചാൽ അദ്ദേഹത്തിനും വലിയ ക്ലൂ ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ നാളെ എന്ത് സംഭവിച്ചാലും എങ്ങനെ പെരുമാറണം, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർക്ക് അറിയാൻ പറ്റും. പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലാത്തൊരാൾക്ക് അതറിയില്ല. അവർക്ക് ആ സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യാൻ അറിയില്ല, ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവരുടെ കാശ് നഷ്ടപ്പെടും. അപ്പോൾ ഫുൾ പ്ലാൻഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ട്രേഡർ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എത്ര പൊസിഷൻ ഉണ്ടായിക്കോട്ടെ, അവർ എല്ലാ പൊസിഷനെ പറ്റിയിട്ടും അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കും. റിയാക്ഷൻ ചെയ്യാനുള്ള പ്ലാൻ, അല്ലാതെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകളല്ല. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നിങ്ങനെ കുറച്ച് ടേംസ് ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? അതിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സ്റ്റൈലുകളാണ്. മൂന്നാമത് പറഞ്ഞ ഓപ്ഷൻ ട്രേഡിംഗ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നില്ല. അതിൽ ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിങ്ങിൽ ഞാൻ ആക്ച്വലി ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ കൂടുതലൊരു ഷോർട്ട് ടൈം ട്രേഡറാണ്. എന്തുകൊണ്ടാണ് ജസ്റ്റിൻ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങും ഓപ്ഷൻസ് ട്രേഡിങ്ങും ചെയ്യാത്തത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇൻട്രാഡേ ട്രേഡിങ്ങും ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യാത്ത മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് എൻ്റെ പേഴ്സണാലിറ്റിക്ക് പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആസ് എ ട്രേഡർ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പിന് പറ്റുന്ന ഒരു
ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എനിക്ക് പറ്റില്ല. പിന്നെ ഓപ്ഷൻസ് എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ നമ്മളെ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ പഴയ പപ്പൂൻ്റെ ഡയലോഗ്, അതായത് തനിക്ക് തന്നെ പറ്റി അറിയില്ലെങ്കിൽ താൻ പോയി മാർക്കറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് പറഞ്ഞാലും താൻ ആരാണെന്നും മാർക്കറ്റ് ആരാണെന്നും. അതാണ് മാർക്കറ്റ് അവസ്ഥ. മാർക്കറ്റ് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സോളോ, ഞാൻ തന്നെത്താൻ ട്രേഡിംഗ് പഠിച്ച ഒരാളാണ്. അപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് പഠിപ്പിക്കുന്നതിനും കൂടുതൽ എന്നെ പറ്റി എനിക്ക് പഠിപ്പിച്ചെന്ന ഒരു എൻറ്റിറ്റിയാണ് മാർക്കറ്റ്. ജസ്റ്റിൻ, എന്താണ് ഈ ആൽഗോ ട്രേഡിംഗ്? നിങ്ങൾ ഈ ആൽഗോ ട്രേഡിംഗ് ചെയ്യാറുണ്ടോ? ഒരു ചോദ്യം കൂടെ, ഇപ്പം നമ്മുടെ ഈ AI യുഗത്തിൽ മനുഷ്യന്മാരുടെ ഇടപെടലില്ലാതെ ട്രേഡിംഗ് നടത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാമോ? ഇന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല, എല്ലാ മാർക്കറ്റിലും ഭൂരിഭാഗം ട്രേഡുകൾ ചെയ്യുന്നത് മനുഷ്യന്മാരല്ല, അത് ആൽഗോരിതംസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ട് ടേം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ആൽഗോരിതംസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഓഫ് പീപ്പിൾ ഉണ്ട്. അവർക്കൊക്കെ ആൽഗോസ് വേണ്ടി വരും. പിന്നെ സ്കാൽപ്പിംഗ്, അങ്ങനെ പല തരം ട്രേഡിംഗ് സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഭൂരിഭാഗം ട്രേഡുകൾ നടക്കുന്നതും ആൽഗോസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മിഡ്ബോർഡ് സെക്യൂരിറ്റീസ് ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആൽഗോരിതമിക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടല്ല, അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കാനർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സക്സസ്, ആ സ്കാനിങ് എങ്ങനെ നന്നായി പോകും എന്നനുസരിച്ച് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ട്രേഡിംഗ് എക്സിക്യൂഷനും ആ സോഫ്റ്റ്വെയർ വഴി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ തൽക്കാലം ആൽഗോരിതം ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ക്ലയൻറ്റുകൾക്ക് അല്ലെങ്കിൽ പണം നൽകി അത് വാങ്ങാൻ തയ്യാറുള്ള ആളുകൾക്ക് നിങ്ങൾ വിൽക്കുമോ ജസ്റ്റിൻ? അതൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പുറമെ ആർക്കും അത് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് അതിലേക്ക് ആക്സസ് നമ്മൾ കൊടുക്കുന്നില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ട്രേഡിങ്ങിനുള്ള ഈ ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയറുകളുടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റിൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇത് നമ്മുടെ ഈ ആൽഗോരിതമിക് ട്രേഡിങ്ങിൻ്റെ പയനീർ എന്ന് പറയുന്നത് 1950കളിൽ ട്രേഡിങ് ചെയ്തിരുന്ന ജിം സൈമൺസ്, അതായത് റിനൈസൻസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള US ബേസ്ഡ് ഹെഡ്ജ് ഫണ്ട് മാനേജറാണ് ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആൽഗോ വെച്ചിട്ട് അവർ കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ബില്യനെയർ ആയിട്ടാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷമാണ് ഈ സോഫ്റ്റ്വെയർസ് ഒരു റീച്ച് ചെയ്തത്. അത് ആൾക്കാർക്കിടയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരെ വേണമെങ്കിൽ ഞാനും ഈ ട്രേഡിംഗ് തുടങ്ങിയ സമയത്തൊക്കെ കുറേ ആൾക്കാർക്ക് ഇതുപോലെ കാശ് കൊടുത്ത് സോഫ്റ്റ്വെയർസ് വാങ്ങിച്ചാൽ എൻ്റെ കാശും പോയിട്ടുണ്ട്. അത് ഞാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ടും കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൊടുക്കുന്ന ആൾക്കാർക്കും ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ബൈ സിഗ്നൽസും സെൽ സിഗ്നൽസും ഒക്കെ വരും. അപ്പോൾ ഇതെങ്ങനെ ഈ സെൽ സിഗ്നൽസ് വരുന്നു ബൈ സിഗ്നൽസ് വരുന്നു വിൽക്കുന്ന ആൾക്കാർക്കും അറിയില്ല, ഇത് വാങ്ങുന്ന ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടപ്പെടും. അപ്പോൾ അത് ബേസിക്കലി സ്കാമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓ ശരിക്കും, എന്തിനാണ് അവരങ്ങനെ ചെയ്യണേ? അവരങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സോഫ്റ്റ്വെയർ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ട്രേഡിങ് കോഴ്സുകൾ കൊടുക്കുന്ന ആൾക്കാരെ പോലെ തന്നെ. കാരണം ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ അയാൾക്ക് ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കാശുണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ അയാൾക്കും വിൽക്കില്ലല്ലോ. അതായത് ഇപ്പോൾ പാല് തരുന്ന പശുവിനാരും കൊടുക്കില്ല. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് വിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ഈ പഠിക്കുന്ന ആൾ പോയി കാശുണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കുന്നു എന്നേ പറയാനുള്ളൂ. ഞാൻ ഈ ഓൺലൈനിൽ കണ്ടിട്ടുള്ള ട്രേഡിംഗ് മെന്റേഴ്സിൽ ഭൂരിഭാഗവും ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ടാണ് ട്രേഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് ശരിയാണോ ജസ്റ്റിൻ? ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമുക്ക് പാർട്ട് ടൈം ജോബുകളുണ്ട്. അതായത് ഈ പാർട്ട് ടൈം ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. നമുക്ക് ആർക്കും ബിസിനസ്സുകൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് റിക്വയർസ് യുവർ 100% കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ 100% കമ്മിറ്റ്മെൻറ്റ് വേണം. പ്രത്യേകിച്ച് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ 110% കമ്മിറ്റ്മെൻറ്റ് എല്ലാം ആവശ്യം വരും. ഇതിപ്പോൾ എന്നോട് പല ഫ്രണ്ട്സും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കുമോ, അപ്പോൾ അവർക്കത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാലോ എന്ന് പറയും. ഞാൻ പറയും, നിങ്ങൾക്ക് ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് 100% കമ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 110% കമ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വന്നാൽ മതി. അതായത് ഇത് നമ്മൾ ഇപ്പോൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവരൊരു പണിയെടുക്കാതെ ചുമ്മാ എങ്ങനെ ഇരിക്കാമെന്ന് തോന്നും. അതുപോലെ തന്നെ സെയിമാണ് ഈ
ഫ്രീലാൻസ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. ഇപ്പം ഞാൻ ഫ്രീലാൻസ് റൈറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറത്തേക്കൊന്നും എന്നെ കാണാറില്ല. അപ്പോൾ എല്ലാവരും വിചാരം നമ്മൾ വേറെ ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുകയാണെന്നുള്ളൊരു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു സംഭവമാണ് ഇവൻ ഒരു പണിയെടുക്കാതെ ചുമ്മാ ഇരിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ നമുക്കും ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്യാലോ എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ബേസിക്കലി ഇത് നല്ല പണിയുള്ള ഒരു പണിയാണ്. വളരെ ഇമോഷണലി ആൻഡ് ഇൻ്റലക്ച്വലി നമ്മളെ വളരെയധികം ചലഞ്ച് ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസ് റൈറ്റർ ആണല്ലേ? അതെ, ഞാനൊരു ഫ്രീലാൻസ് റൈറ്ററും ഗോസ്റ്റ് റൈറ്ററുമാണ്. എന്താണ് ഈ ഗോസ്റ്റ് റൈറ്റിംഗ്? ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മൾ ഗോസ്റ്റാണ്. നമ്മളാരും കാണില്ല. നമ്മൾ എഴുതി കൊടുക്കുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ആർട്ടിക്കിൾസോ വേറെ ഒരാളുടെ പേരിലാണത് പ്രസിദ്ധീകരിക്കുക. നമ്മുടെ പേര് അതിനകത്ത് വരില്ല. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് ഞാനായിരിക്കും. അതുകൊണ്ടാണ് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റിൻ ഗോസ്റ്റ് റൈറ്റ് എത്ര ബുക്കുകൾ ചെയ്തിട്ടുണ്ട്? ഞാൻ 2 പുസ്തകങ്ങൾ ഗോസ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരൊന്ന് പറയാമോ? അത് പുസ്തകങ്ങളുടെ, അതായത് ഗോസ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പുസ്തകം, പക്ഷേ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് പുസ്തകത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഞാൻ പറയാനില്ല. ഫസ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത് ഇതൊരു ഫിനാൻസിൻ്റെ ഹിസ്റ്ററി ഓഫ് ഫിനാൻസ്. രണ്ടാമത്തെ പുസ്തകം ഞാൻ എഴുതിയത് ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ടാണ്. അത് രണ്ടാമത്തെ എഴുതിയ പുസ്തകം ഈ അടുത്ത് തന്നെ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഇൻഫർമേഷൻസ് എനിക്ക് തരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷമാണ് പബ്ലിഷ് ആയത്. ജസ്റ്റിൻ, നിങ്ങളൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് അറിഞ്ഞു. അതെ, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് നിൻകാസിയും ഞാനും, നിൻകാസി ആൻഡ് ഐ. അത് ആമസോണിൽ അവൈലബിൾ ആണ് ആ പുസ്തകം. ആ പുസ്തകം എന്തിനെ കുറിച്ചാണ് ജസ്റ്റിൻ? ആ ബുക്ക് നിൻകാസി ആൻഡ് ഐ ഒരു ബ്ലൻഡ് പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഒരു മോട്ടിവേഷണൽ ബുക്കുണ്ട്, എഡിക്ഷൻ സപ്പോർട്ട് ഉണ്ട്, ഒരു മെമ്മോയർ ഉണ്ട്, പിന്നെ ഒരു പോയട്രി. അങ്ങനെ ഒരു ബ്ലെൻഡായിട്ടൊരു പുസ്തകമാണ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പോഴും ജസ്റ്റിൻ ഫ്രീലാൻസ് റൈറ്റിങ്ങും ഗോസ്റ്റ് റൈറ്റിങ്ങും ചെയ്യാറുണ്ടോ? ഫ്രീലാൻസ് റൈറ്റിങ്ങും ഗോസ്റ്റ് റൈറ്റിങ്ങും ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ സമയമില്ല. പക്ഷേ ഗോസ്റ്റ് റൈറ്റിംഗ് ഇപ്പോൾ നല്ല പുസ്തകത്തിൻ്റെ കോൺസെപ്റ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ആദ്യമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ട്രേഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഫ്രീലാൻസ് റൈറ്റിങ്ങും ട്രേഡിങ്ങും തമ്മിൽ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതായത് ആരെങ്കിലും ഫ്രണ്ട് കൊണ്ടുവരും, കാശ് കൊണ്ടുവരും, നമ്മൾ ട്രേഡ് ചെയ്യും, കാശ് കളയും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫ്രീലാൻസ് റൈറ്റിംഗ് തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലും അടുത്ത ആൾ ഫണ്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യും, കാശ് കളയും, പിന്നെ വീണ്ടും ഫ്രീലാൻസ് റൈറ്റിങ്ങിലേക്ക് കിടക്കും. അങ്ങനെ ഷഫിൾ ചെയ്തിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടായിരുന്നു. ആ 2022 വരെ ആ ചാട്ടം നടന്നുള്ളൂ. കാരണം 2022 AI ChatGPT വന്നപ്പോൾ ഫ്രീലാൻസ് റൈറ്റിംഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങോട്ട് ചാടാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും മിൻഡിപ്പോർട്ട് സെക്യൂരിറ്റീസും ഒക്കെ ആയിട്ടാണ് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം ഫ്രീലാൻസ് റൈറ്റിംഗ് ഒക്കെ ഏകദേശം തീർന്ന മട്ടാണ്. അടുത്തത് പ്രേക്ഷകർക്ക് എല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ജസ്റ്റിൻ. ഈ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ കാശും പോവോ? ഇതിപ്പോൾ നമ്മൾ അക്കൗണ്ടുകൾ ബ്ലോ അപ്പ് ചെയ്ത് കളയാന്ന് പറയുന്നത് അങ്ങനെ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ട്രേഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടുകൾ ബ്ലോ അപ്പായി പോകും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടുകൾ 5 ലക്ഷം രൂപയുള്ള അക്കൗണ്ടുകളൊക്കെ ബ്ലോ അപ്പായിട്ട് അത് 10 പൈസ പോലും ഇല്ലാതെ ബ്ലോ അപ്പായി പോയിട്ടുണ്ട്. അതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ട്രേഡ് ചെയ്യാൻ കാശ് തരികയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഒരു പെർസെൻറ്റേജ് വയ്ക്കും. അതായത് ഒരു 10 to 15% നമ്മൾ വയ്ക്കും. അതായത് ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ റിസ്ക് മണി പോലെ വയ്ക്കും. അപ്പോൾ അതായത് 10 ലക്ഷം രൂപ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അതിലൊരു 1.5 ലക്ഷം രൂപ നഷ്ടം വരികയാണെങ്കിൽ നമ്മൾ ട്രേഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റിങ് കൊണ്ടുപോയി 10 ലക്ഷം രൂപ കൊടുത്തു 10 ലക്ഷം കൊണ്ട് കളഞ്ഞു എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടുകൾ ഞാൻ ബ്ലോ അപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ. പക്ഷേ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്നെ വിശ്വസിച്ച് ഫണ്ട് തരുന്ന ആരുടെയും കാശ് ഞാൻ കൊണ്ടുപോയി അങ്ങനെ കളഞ്ഞിട്ടില്ല. അത് ഞാൻ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഒരു തട അവിടെ വയ്ക്കും എപ്പോഴും. മിൻപോർട്ട് സെക്യൂരിറ്റീസിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ മിൻപോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സെബി രജിസ്റ്റേഡ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഫേമാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്ലാൻ കുറച്ച് ലോങ് ടൈം ആണ്. മിൻപോർട്ട് സെക്യൂരിറ്റീസ് മിൻപോർട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് അങ്ങനത്തെ ഫീൽഡിൽ അങ്ങനത്തെ മേഖലയിലേക്ക്
ഇറങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം. സ്വപ്നങ്ങൾ കാണാൻ ഇപ്പോൾ തൽക്കാലം ആർക്കും കാശൊന്നും കൊടുക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിയൊരു സ്വപ്നങ്ങളൊക്കെ കാണും. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ ട്രേഡിംഗ് വശം കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ സക്സസ്ഫുൾ ആയ ട്രേഡേഴ്സ് ലൈക്ക് രാകേഷ് ജുജിൻവാല, ജോർജ് സൊറോസ് എന്നിവരുടെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുക ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആകാനുള്ള എളുപ്പ വഴികൾ ഒന്നാണ് എന്ന് ജസ്റ്റിൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടോ ജസ്റ്റിൻ? അതോ നിങ്ങളെ അസിസ്റ്റന്റായി ജസ്റ്റിന്റെ അസിസ്റ്റന്റ് ആവണമെന്ന് പറഞ്ഞു വന്നാൽ സമീപിച്ചാൽ ജസ്റ്റിൻ അവരെ അസിസ്റ്റന്റായി നിയമിക്കുമോ? ഞാൻ എളുപ്പ വഴി എന്നല്ല പറഞ്ഞത്, അതൊരു ജസ്റ്റ് വഴിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾ ഗൈഡ് ചെയ്യാൻ, അതായത് ആ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന ഒരാൾ, അതായത് ആ ട്രേഡ് ചെയ്യുന്ന ഒരാൾ, അവരെന്ന് പറഞ്ഞാൽ അവർക്ക് പണി എടുക്കാൻ അറിയുന്ന ഒരാൾ, അവരുടെ കൂടെ നിന്ന് അതെന്താണ്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നത്, അവരെങ്ങനെ മാർക്കറ്റിൻ്റെ കൂടെ അവരെങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. എളുപ്പവഴികളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോളുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അസിസ്റ്റൻ്റ് ആക്കാൻ പറ്റുമോ, വാക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് മാനേജ്മെൻറ്റും അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മാനേജ്മെൻറ്റും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ടീമുണ്ട്. രണ്ടാമത് ട്രേഡിങ്ങിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഞാൻ അത് മാക്സിമം ഓട്ടോമേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്കാനിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതൊരു പുതിയൊരാളെ കൊണ്ടുവരാൻ, ഒരു അസിസ്റ്റൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ലാഭകരം മാത്രമല്ല കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മളതിലൊരു IT സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആവും. അപ്പോൾ ഒരു വ്യക്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണേക്കാളും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു IT സിസ്റ്റം ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ്. ജസ്റ്റിൻ, ട്രേഡിങ്ങിനുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? കാരണം ജസ്റ്റിൻ പറഞ്ഞു ട്രേഡിംഗ് ബിസിനസ് സ്വന്തമായി പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റിന് ഈ ആശയങ്ങൾ ലഭിക്കണേ? ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ടും ഒരു ഡാറ്റ ഡ്രിവൺ ബിസിനസ്സാണ്. അപ്പോൾ ഈ ഡാറ്റ ഡ്രിവൺ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയണം. അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത് മനസ്സിലാക്കിയാലാണ്, അത് ഫസ്റ്റ് സ്റ്റേജാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ സ്ട്രാറ്റജികളും എക്സിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു കാറോ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ റിവാർഡ് ചെയ്യും, പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു കാര്യം റൈറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് പ്രോഫിറ്റ് ആവും. നമ്മളെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളിത് കാശ് പോകും. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രേഡറൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾ അത് കൂടുതലും മുന്നോട്ട് പോകുന്നതോടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഡാറ്റ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്യാമെന്നൊക്കെ ഞാനും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമുക്കതൊരു ഫൈനൽ സ്റ്റേജ് ചെയ്യാവോ ഇയാളൊരു ട്രേഡറായി അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സാണ്. ഈ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് ജസ്റ്റിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിൽ എന്താ സാധാരണ സംഭവിക്കുക? മാർക്കറ്റിൽ കച്ചവടം, ബിസിനസ്, ഈ ബിസിനസ് കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രൈസ് ബേസ്ഡ് ആയി നടക്കണം, ഒരു വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വില താഴേക്ക് പോകുമ്പോൾ അത് എന്തുകൊണ്ടാണ്? ഡിമാൻഡ് കുറയുന്നതുകൊണ്ടാണോ താഴേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സപ്ലൈ കൂടുന്നതുകൊണ്ടാണോ താഴേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സ്റ്റോക്കിന്റെ വില കൂടുകയാണെങ്കിൽ അത് ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണോ വില കൂടുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് നേടാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കിയാലും ട്രേഡ് ചെയ്ത കാശ് പോകുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് ജസ്റ്റിൻ പറഞ്ഞത് കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പുസ്തകത്തിൽ നിന്നോ എന്തെങ്കിലും ട്രേഡിംഗ് മെന്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായി അതിൽ പരിചയമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും റോങ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് അവർ അഡ്വൈസ് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മദ്യം ചോദിക്കും, പിന്നെ നമ്മൾ പലചരക്കടയിൽ പോയിട്ട് മൊബൈൽ ഫോൺ ചോദിക്കും. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ട്രേഡിങ്ങിന് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ സംശയം ചോദിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരനോടാണ് ചോദിക്കുന്നത്. അയാൾ ഒരു ലെജൻഡറി ക്രിക്കറ്റ് കളിക്കാരനാണ്. അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കുന്നു, അദ്ദേഹം ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൈയടിക്കുന്നു.
അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു വിയേഡായിട്ട് തോന്നി ഈ ആ സംഭവം. പിന്നെ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ സിനിമ നടന്മാരോടാണ് ചോദിക്കുക. അപ്പോൾ അതൊരു വല്ലാത്തൊരു വിയേഡ് സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ സെയിം ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും പിന്നെ പോയി ചോദിക്കുന്നത് ബ്രോക്കേഴ്സിൻ്റെ അടുത്താണ്. ഈ ബ്രോക്കർമാർക്ക് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അറിയണമെന്നില്ല. അവർ ബ്രോക്കേഴ്സാണ്. അവർ ജീവിക്കുന്ന ഈ ട്രേഡർമാരും ഇൻവെസ്റ്റേഴ്സും അവരുടെ ഈ ബിസിനസ്സിൽ നിന്ന് കമ്മീഷൻ ഏജൻ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരോട് പോയിട്ട് ട്രേഡിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ അവർക്കും പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ട്രേഡിങ്ങിനെ പറ്റിയും ഇതൊക്കെ ചോദിക്കണമെങ്കിൽ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. ഇൻവെസ്റ്റിങ്ങിനെ പറ്റി അറിയണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. അല്ലാതെ അതായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അതായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ പുസ്തകം എഴുതുന്നതും ട്രേഡിംഗ് കോഴ്സുകൾ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അഡ്വൈസ് ചോദിക്കണം. എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറച്ച് പേർക്ക് ഈ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ട്. എന്തുപദേശമായിരിക്കും ജസ്റ്റിൻ അവർക്ക് കൊടുക്കുക? ട്രേഡിങ് എല്ലാവർക്കും പറ്റിയ ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കമ്പനിയെ പറ്റി നന്നായി അറിയാം, ആ കമ്പനിയുടെ ബിസിനസ് പൊട്ടൻഷ്യലിനെ പറ്റി അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യലിനെ പറ്റി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഇൻവെസ്റ്റ്. ഇഷ്ടംപോലെ കമ്പനികളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോൾ നല്ലൊരു സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം. പക്ഷേ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ട്രേഡിങ് എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ട്രേഡിങ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അതൊരു സോളോ ട്രിപ്പാണ്. നിങ്ങൾ മാർക്കറ്റും തമ്മിലുള്ളൊരു കളിയാണ് ട്രേഡിങ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി കുറേ മനസ്സിലാവും, നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ലേണിംഗ് കർവ് ഉണ്ട്. ആ ലേണിംഗ് കർവ് ഭയങ്കര സ്റ്റീപ്പുമാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. കാശ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കാശ് കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ കാശ് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ള കുറേ എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോകാനുള്ള മനക്കട്ടിയും നന്നായി ലൈഫ് ലോങ് ലേണിംഗ്, അതായത് നന്നായി പഠിക്കാനുള്ള ഒരു ശീലം, നന്നായി വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വരാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല, അല്ലാതെ നമുക്കൊരു അഞ്ച് മാസം കൊണ്ട് പഠിച്ചെടുത്ത് ജീവിതകാലം മൊത്തം ട്രേഡ് ചെയ്ത് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ട്രേഡിങ് പഠിക്കാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഒരാൾക്ക് സ്വന്തമായി പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ അയാൾക്ക് ഗൈഡൻസ് ആവശ്യമായി വരില്ലേ? നമ്മൾ ഇത് ഇങ്ങനെ പറയാം. അതായത് ഇപ്പോൾ നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ നല്ലൊരു എഴുത്തുകാരൻ എപ്പോഴും നല്ലൊരു വായനക്കാരനായിരിക്കും. നല്ലൊരു വായനക്കാരൻ അല്ലെങ്കിൽ എഴുത്തുകാരനാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഈ പഠിക്കുക എന്ന് പറയുന്നതും നമ്മുടെ അറിവ്, ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങളോടുള്ള ഒരു ആവേശം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നല്ലൊരു ട്രേഡർ ആവാനുള്ളത്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ല ട്രേഡിങ്. അത് മാർക്കറ്റുകൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. മാർക്കറ്റിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മാർക്കറ്റിൽ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജികൾ മാറ്റാനും നമ്മുടെ ചിന്തകൾ മാറ്റാനും നമ്മുടെ എക്സിക്യൂഷൻ രീതികൾ മാറ്റാനും ഒക്കെ നമ്മൾ പ്രാപ്തരാവണമെങ്കിൽ നമ്മൾ ഇതിനെ ബേസിക്സ് തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാലേ അത് നടക്കുള്ളൂ. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റിംഗ് ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കമ്പനിയെ പറ്റി പഠിച്ച് അതിൻ്റെ ബിസിനസ് പൊട്ടൻഷ്യലും പ്രോഫിറ്റ് പൊട്ടൻഷ്യലും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കുറച്ച് ഇതിൻ്റെ ലേണിംഗ് കർവ് ഭയങ്കര ഇൻ്റലക്ച്വലി ആൻഡ് ഇമോഷണലി ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കഴിവും മനക്കട്ടിയും ഒക്കെ വേണം. അപ്പോൾ അതില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക്, ട്രേഡിങ്ങിലേക്ക് എസ്പെഷ്യലി ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. കാലങ്ങളായി കേട്ടുവരികയാണ് ഈ ട്രേഡിംഗ് ഗാംബ്ലിംഗ് കമ്പാരിസൺ. ഇതൊന്നാണോ? എന്താണ് ജസ്റ്റിൻ്റെ അഭിപ്രായം? ട്രേഡിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, ഇതെന്താ? ഗാംബ്ലിംഗ് ഇത്ര മോശം കാര്യമാണോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ട്രേഡിംഗ് ചെയ്യുന്നത് ഗാംബ്ലിംഗ് ചെയ്യണത് തന്നെ തുല്യമാണ്. പക്ഷേ ഗാംബ്ലിംഗ് അത്ര മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരൊക്കെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗാംബ്ലേഴ്സ് തന്നെയാണ്. കാരണം ഇപ്പോൾ റൈറ്റ് ബ്രദേഴ്സ്, അവരിപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് പറപ്പിക്കാൻ നോക്കുമ്പോൾ അവരും ഗാംബിൾ ചെയ്യായിരുന്നു. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കാറുകൾ നിരത്തിലിറക്കുമ്പോൾ കാൾ ബെൻസ് പോലെയുള്ള അധികാരിമാരും ഗാംബ്ലിങ് തന്നെയാണ് അവർ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീയൂസബിൾ റോക്കറ്റ്സ്, അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എലോൺ മസ്ക് അവരുടെ ഫാൽക്കോൺ 9 റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ക്യാച്ച് ചെയ്തത്. അതൊക്കെ ഒരു വലിയൊരു ഗാമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്രേഡറെ ഗാമ്പിളർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ
ഐ എം പ്രൗഡ് ടു ബി എ ഗാംബ്ലർ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മിൻപോർട്ട് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ MD-യും ഹെഡ് ട്രേഡറുമായ ശ്രീ ജസ്റ്റിൻ രാജിനൊപ്പമുള്ള ചിന്തിപ്പിക്കുന്നതും ആവേശം നിറഞ്ഞതുമായ ഒരു സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒട്ടേറെ ജ്ഞാനങ്ങളെ വെല്ലുവിളിക്കുകയും തന്റെ അനുഭവ സമ്പത്ത് പുതിയ പ്രേക്ഷകർക്കും നിക്ഷേപകർക്കുമായി ചെലവഴിക്കുകയുമാണ് ജസ്റ്റിൻ ഇപ്പോൾ ചെയ്തത്. ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന് സാമ്പത്തിക വളർച്ചയും ഭദ്രതയും കൈവരിക്കാൻ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ജസ്റ്റിൻ ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് വേർഡ്സ്. വിഷിംഗ് യു ഓൾ ദ വെരി സക്സസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം നന്ദി. താങ്ക് യു.